ആന്വിറ്റി മെത്തേഡ് യൂസ് ചെയ്തിട്ട് ക്യാഷ് പ്രൈസ് എസർട്ടൈൻ ചെയ്യുന്നതായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കാൽക്കുലേഷൻ ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് വെൻ ക്യാഷ് പ്രൈസ് ആൻഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആർ ഗിവൺ. ക്യാഷ് പ്രൈസും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ആന്വിറ്റി ടേബിളിനകത്ത് കഴിഞ്ഞ തവണ പറഞ്ഞു ക്യാഷ് പ്രൈസ് എസർട്ടൈൻ ചെയ്യാനാണ് എന്നുള്ളത്. അതിൽ നമ്മൾ എങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ടിൻ്റെ കൂടെ ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് ഇൻറ്റു ദാറ്റ് ആന്വിറ്റി ഫാക്ടർ, പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ ആയിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമുക്ക് കാണാം. ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് ഇൻറ്റു ആന്വിറ്റി ഫാക്ടർ നിങ്ങൾക്ക് പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ എന്നിട്ട് തന്നിട്ടുണ്ടാവും. ആ ഫാക്ടർ ഇൻഡ്യൂ ചെയ്തിട്ടാണ് നമ്മൾ ക്യാഷ് പ്രൈസ് എസർട്ടൈൻ ചെയ്തത്. ഇവിടെ എന്താണ് ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് ഈ കണ്ടുപിടിക്കേണ്ടത്? ഈ ഫിഗറിനെയാണ് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾക്ക് ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് ക്യാഷ് പ്രൈസും തന്നിട്ടുണ്ടാവും, ഈ പി വി ഫാക്ടർ പ്രസൻറ്റ് വാല്യൂ ഫാക്ടറും നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറയുന്നത് ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് ആണ്. അതെങ്ങനെയാണെന്നുള്ളതാണ് ഇല്ലസ്ട്രേഷൻ നമ്പർ 12 ചെയ്യുന്നത്. ഫ്രം ദ ഫോളോയിങ് ഡീറ്റെയിൽസ് കാൽക്കുലേറ്റ് ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ്സ് പേയബിൾ. ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ക്യാഷ് പ്രൈസ് 65,460, ഡൗൺ പേയ്മെൻറ്റ് ഇൻട്രസ്റ്റ് 6% per annum, number of installments 3, present value of ₹1 for 3 years at the rate of 6%. കഴിഞ്ഞ പ്രോബ്ലം ചെയ്തത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തായിരുന്നു പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ എന്നുള്ളതും എങ്ങനെയാണത് ഡീറ്റെയിലിൽ തന്നിട്ടുണ്ട് എന്നുള്ളത്. ഇത് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ്ലി തരുന്ന ഫിഗറാണ്. അപ്പോൾ നമ്മൾ സൊല്യൂഷൻ എങ്ങനെയൊക്കെ ഡയറക്റ്റ്ലി കിടക്കാം. എങ്ങനെയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ആനുവൽ ഇൻസ്റ്റാൾമെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ക്യാഷ് പ്രൈസിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ക്യാഷ് പ്രൈസിൻ്റെ തന്നിരിക്കുന്നത് 65,460. അതിൽ നിന്നും ഡൗൺ പേയ്മെൻറ്റ് മൈനസ് ചെയ്താൽ കിട്ടുന്ന 53,460 എന്നുള്ള ഫിഗറിനെ വെച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? ഇറ്റ് ഹാസ് ടു ബി ഡിവൈഡഡ് ബൈ ദിസ് പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ. നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഈ ഫിഗർ 6% ആണ്, 3 ഇൻസ്റ്റാൾമെൻ്റ് ആണ് എന്നൊക്കെ നിങ്ങൾ തന്നിട്ടുണ്ട്. അതുകൊണ്ട് അതാണ് 3 വർഷത്തേക്ക് ₹1 6% നിരക്കിൽ 2.6730 എന്നുള്ള പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആ ഫാക്ടർ എന്ത് ചെയ്യണം? ഇത് മൈനസ് ചെയ്ത് ഡയറക്റ്റ്ലി ക്യാഷ് പ്രൈസിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യരുത്. ഡൗൺ പേയ്മെൻറ്റ് മൈനസ് ചെയ്തതിന് ശേഷം എമൗണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എമൗണ്ട് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ 20,000 ആണ് 3 വർഷത്തേക്ക് ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കുന്നത് 6% നിരക്കിൽ. മനസ്സിലായല്ലോ? എമൗണ്ട് ഓഫ് ഇൻസ്റ്റാൾമെൻ്റ് ആണ് ഇവിടെ കണ്ടുപിടിക്കുന്നത്. ആനുവലി 20,000 വെച്ച് 3 ഇൻസ്റ്റാൾമെൻറ്റ് അടക്കണം എന്നുള്ളതാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. സോ ക്യാഷ് പ്രൈസ് തന്നിട്ടുണ്ടെങ്കിൽ ക്യാഷ് പ്രൈസിൽ നിന്നും ഡൗൺ പേയ്മെൻറ്റ് മൈനസ് ചെയ്തിട്ട് പി വി ഫാക്ടർ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 20,000 എന്നുള്ള ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് കിട്ടും. അടുത്തതായി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻ്റ് ആണ്. എങ്ങനെയാണ് ഒരു ഹയർ പർച്ചേസ് സിസ്റ്റം ബുക്സ് ഓഫ് വെൻഡറും ബുക്സ് ഓഫ് പർച്ചേസറും റെക്കോർഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിൽ പറയുന്നത്. 3 ടൈപ്സ് ഓഫ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ട്രാൻസാക്ഷൻ ജേർണലൈസ് ചെയ്യാം. അതിൻ്റെ ഫസ്റ്റ് നെയിം ക്രെഡിറ്റ് പർച്ചേസ് മെത്തേഡ്, സെക്കൻഡ് വൺ ഇസ് അസറ്റ് അക്രൂവൽ മെത്തേഡ് ആൻഡ് ദ തേർഡ് വൺ ഇസ് ഇൻട്രസ്റ്റ് സസ്പെൻസ് മെത്തേഡ്. അങ്ങനെ 3 മെത്തേഡ് യൂസ് ചെയ്തിട്ടും ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ക്രെഡിറ്റ് പർച്ചേസ് മെത്തേഡ് നോക്കാം. ക്രെഡിറ്റ് പർച്ചേസ് മെത്തേഡിൻ്റെതാണ് ഞാൻ നിങ്ങൾക്ക് അന്ന് സെക്കൻഡ് ക്ലാസ്സിൽ നിങ്ങൾക്ക് ജേർണൽ എൻട്രീസ് തന്നിട്ടുണ്ടായിരുന്നു. ആ ജേർണൽ എൻട്രീസ് ഫോളോ ചെയ്യുക എന്നുള്ളത് മാത്രമേ ക്രെഡിറ്റ് പർച്ചേസ് മെത്തേഡ് ത്രൂ ചെയ്യാനുള്ളൂ. ഫസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. അതിനുശേഷം ഞാൻ ആദ്യം സെക്കൻഡ് ക്ലാസ്സിൽ തന്നിട്ടുള്ള ജേർണൽ എൻട്രീസ് ചെക്ക് ചെയ്തതിന് ശേഷം ഈ പ്രോബ്ലത്തിൽ എങ്ങനെയാണ് ആ ജേർണലൈസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇല്ലസ്ട്രേഷൻ നമ്പർ 13. Neo Printers purchased a printing machine on hire purchase system on 1/1/2015 from Bharat Traders. The cash price of the machinery is 5,97,500. Neo Printers paid ₹1 lakh on delivery. The balance is payable at the rate of 2 lakh annually for 3 years, beginning on 31st December 2015. Interest charged is 10% per annum. Neo Printers depreciate the printing machine at the rate of 20% per annum on straight line method. Give journal entries in the books of Neo Printers. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻ വൃത്തിക്ക് വായിച്ചു നോക്കുക. എത്രയാണ് നമ്മുടെ ക്യാഷ് പ്രൈസ് തന്നിരിക്കുന്നത്? 5,97,500 ആണ്. 1 lakh വെച്ചിട്ടാണ് ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത്. ബാക്കി 3 ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ട് 3 ഇയേഴ്സിലെ 3 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് 2 ലക്ഷം വീതം, അതായത്
2 × 3 6 ലാഖും 1 ലാഖ് ഡൗൺ പേയ്മെൻറ്റും ചേർത്തിട്ട് മൊത്തം 7 ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട്. നമ്മളോട് എന്താ പറയുന്നത്, ഇൻട്രസ്റ്റ് ചാർജ് അറ്റ് ദ റേറ്റ് ഓഫ് 10%. സോ നമ്മൾ ഓരോ ഇൻസ്റ്റാൾമെൻറ്റിലും നമ്മൾ ആദ്യം ചെയ്തതുപോലെ എത്രയാണോ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഓരോ ഇൻസ്റ്റാൾമെൻറ്റിൽ എത്ര ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കണം. അതിനുശേഷം മാത്രമേ ജേർണലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഫസ്റ്റ് ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ്റെ പോർഷനിലേക്കാണ് പോകുന്നത്. നമ്മൾ ആദ്യം കണ്ടുപിടിച്ച പോലെ തന്നെ ചെയ്യുക. 5,97,500 ക്യാഷ് പ്രൈസിൽ നിന്നും ഡൗൺ പേയ്മെൻറ്റ് മൈനസ് ചെയ്തിട്ട് ഈ ഫിഗർ കിട്ടുന്നു. ഇൻസ്റ്റാൾമെൻറ്റ് ജസ്റ്റ് അങ്ങനെ തന്നെ എഴുതുന്നു. ഇൻസ്റ്റാൾമെൻറ്റിന് ഇൻട്രസ്റ്റ് ഇല്ല. ഇതൊക്കെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ ജസ്റ്റ് നിങ്ങളോടൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. എങ്ങനെയാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ എന്നുള്ളതെല്ലാം മുന്നേ ഉള്ള പാർട്സിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ജസ്റ്റ് ടച്ച് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. 4,97,500 ഇത് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് നിങ്ങളുടെ ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട് 2 ലക്ഷം ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആണ് എന്നുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം, അതിനുശേഷം ഈ ഫിഗർ ഇവിടെ എഴുതണ്ട, അതിനുശേഷം 2 ലക്ഷം ഇവിടെ എഴുതുന്നു. അതിൻ്റെ മുകളിൽ ഈ 4,97,500 മുകളിൽ 10% ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ് കാണുന്നു. 49,750. ഈ എമൗണ്ട് 2 ലക്ഷത്തിൽ നിന്ന് മൈനസ് ചെയ്യുന്നു. 1,50,250 കിട്ടുന്നു. സെയിം ഫിഗർ തന്നെ ഇവിടെയും എടുത്തെഴുതുന്നു. അതിനുശേഷം ഈ ഫിഗറിൽ നിന്നും 150, 250 എന്ന് പറഞ്ഞാൽ ഈ എമൗണ്ട് മൈനസ് ചെയ്യുന്നു. 347,250 എന്ന് പറഞ്ഞാൽ ഈ ഫിഗർ കിട്ടുന്നു. അതിനുശേഷം സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് എഴുതുന്നു. അത് ഇവിടെ ബ്ലാങ്ക് ആണ് ആദ്യം എഴുതേണ്ടത്. സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് 2 ലക്ഷം ഇവിടെ എഴുതണം. 2 ലക്ഷം എഴുതിയതിന് ശേഷം ഈ 3,47,250 എന്നുള്ള ഫിഗറിൻ്റെ മുകളിൽ 10% കാണണം. 34,725 കിട്ടി. ഈ ഫിഗർ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യണം, ഇൻസ്റ്റാൾമെൻറ്റിൽ നിന്നും മൈനസ് ചെയ്യണം. അങ്ങനെ നമുക്ക് ക്യാഷ് പ്രൈസ് കിട്ടും. ഈ ക്യാഷ് പ്രൈസ് ഇവിടെയും സെയിം ലൈക്ക് എഴുതണം, 1,65,275. ഈ ഫിഗറിൽ നിന്നും ഈ ക്യാഷ് പ്രൈസ് ലാസ്റ്റ് കണ്ടുപിടിച്ച ക്യാഷ് പ്രൈസ് മൈനസ് ചെയ്യണം, 181,975. ഈ ഫിഗർ എത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാം തേർഡ് ഇൻസ്റ്റാൾമെൻ്റ് ആയി. തേർഡ് ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറഞ്ഞാൽ അവസാനത്തെ നിൽ ബാലൻസ്, ടോട്ടൽ ബാലൻസ് പോകണം. അതുകൊണ്ട് തന്നെ ഇവിടെ എത്രയാണോ എന്നുള്ളത് കണ്ടുപിടിക്കാനൊന്നുമില്ല, സെയിം എത്രയാണോ ഫിഗർ അത് അങ്ങനെ തന്നെ എഴുതുന്നു. അതിനുശേഷം 2 ലക്ഷം ഇവിടെ എഴുതുന്നു. ഈ 2 ലക്ഷം മൈനസ് 181,975 എന്നുള്ള ഈ ഡിഫറൻസ് എന്ത് ചെയ്യണം, 18,025 എന്നുള്ള ഫിഗറായിട്ട് ഇവിടെ എഴുതുന്നു. ഈ ക്യാഷ് പ്രൈസ് സെയിം ആയിരിക്കുമല്ലോ, 181,975. 2 ലക്ഷത്തിൽ നിന്ന് 18,025 മൈനസ് ചെയ്താൽ 1,81,975. അതിനുശേഷം നില്ലിന് ഇവിടെ എഴുതുന്നു. ഇൻസ്റ്റാൾമെൻറ്റ് ടോട്ടൽ 7 ലക്ഷമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്, ഡൗൺ പേയ്മെൻറ്റ് അടക്കം. ഇൻട്രസ്റ്റിൻ്റെ ടോട്ടൽ ചെയ്യുമ്പോൾ 1,02,500 എന്നുള്ള എമൗണ്ട് കിട്ടുന്നു. ക്യാഷ് പ്രൈസും കിട്ടുന്നു. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 7 lakh. ഇത് ഇത്രയും കാര്യങ്ങൾ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞിരുന്നതാണ്. ഇനി നമുക്ക് ജേർണൽ എൻട്രീസ് നോക്കാം. ഞാൻ നിങ്ങളോട് പറയുന്നു, സെക്കൻഡ് പാർട്ടിൽ നിങ്ങളുടെ അടുത്ത് അക്കൗണ്ടിങ് ഇൻ ദ ബുക്സ് ഓഫ് ബയർ എന്നൊരു പോർഷൻ ഞാൻ എടുത്തിരുന്നു. അതിനകത്ത് രണ്ട് മെത്തേഡുകളുണ്ട് എന്നും ഫസ്റ്റ് മെത്തേഡ് പ്രകാരം ഇങ്ങനെയാണ് HP-ൻ്റെ ബുക്സ് ഓഫ് ബയറിൽ ജേർണലൈസ് ചെയ്യേണ്ടതും എന്നും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സെയിം മെത്തേഡാണ് ഈ ക്രെഡിറ്റ് പർച്ചേസ് സിസ്റ്റം എന്നുള്ള മെത്തേഡിൽ നമ്മൾ ജേർണലൈസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് അതിൻ്റെ ജേർണൽ എൻട്രീസ് ഒന്ന് നോക്കുക. ക്യാഷ് പ്രൈസ് വെച്ചിട്ട് എന്ത് ചെയ്യണം, അസറ്റിനെ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. പിന്നീട് എന്ത് ചെയ്യണം, ഡൗൺ പേയ്മെൻറ്റ് വരുന്ന സമയത്ത് ഹയർ വെൻഡർ അക്കൗണ്ട്, ഇങ്ങനെയാണ് അതിൻ്റെ ജേർണൽ എൻട്രി വരുന്നത്. ഫസ്റ്റ് നമുക്ക് ജേർണലൈസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ജേർണൽ എൻട്രി എന്താ വരുന്നത്, ഇതാണ് ക്രെഡിറ്റ് പർച്ചേസ് സിസ്റ്റം എന്ന് പറഞ്ഞു. സോ വെൻ ആൻ അസറ്റ് ഇസ് പർച്ചേസ്ഡ് ഓൺ HP സിസ്റ്റം, ദിസ് വിൽ ബി ദി എൻട്രി. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. അസറ്റ് എന്താണുള്ളത്, നിയോ പ്രിന്റേഴ്സ് പർച്ചേസ്ഡ് പ്രിന്റിംഗ് മെഷീനറി. സോ അസറ്റ് എന്ന് പറയുന്നത് പ്രിന്റിംഗ് മെഷീനറി അല്ലേ. അപ്പോൾ പ്രിന്റിംഗ് മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു ഹയർ വെൻഡർ. വെൻഡർ എന്ന് പറഞ്ഞാൽ ആരാ, സെല്ലർ ആരാ, ഭരത് ട്രേഡേഴ്സിൽ നിന്നാണ് അവർ വാങ്ങിച്ചിരിക്കുന്നത്. സോ പ്രിന്റിംഗ് മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു ഭരത് ട്രേഡേഴ്സ് എന്നുള്ളതായിരിക്കും ഫസ്റ്റ് ജേർണൽ എൻട്രി വരിക. ഫിഗർ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്, വിത്ത് ദ ക്യാഷ് പ്രൈസ് ആണ്. ക്യാഷ് പ്രൈസ് എത്രയാണ്, 5,97,500. കേട്ടോ, നമ്മൾ പറഞ്ഞ പ്രിന്റിംഗ് മെഷീൻ അക്കൗണ്ട് ഇട്ടിട്ട് ഭരത് ട്രേഡേഴ്സ് 5,97,000 ക്യാഷ് പ്രൈസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ എൻട്രി ചെയ്യുന്നു. ബീയിങ് ദ പർച്ചേസ് ഓഫ് പ്രിന്റിംഗ് മെഷീൻ എന്ന് പറഞ്ഞിട്ട് നറേഷനും കൊടുക്കുന്നു. നെക്സ്റ്റ് എൻട്രി എന്താ, വെൻ ദ ഡൗൺ പേയ്മെന്റ് ഇസ് മെയ്ഡ്, ഹയർ വെൻഡർ അക്കൗണ്ട് ഇട്ട് ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. ഹയർ വെൻഡർ എന്ന് ഞാൻ പറഞ്ഞു, ഭരത് ട്രേഡേഴ്സ് ആണ് ഹയർ വെൻഡർ എന്നുള്ളത്. ഭരത് ട്രേഡേഴ്സ് അക്കൗണ്ട് ഇട്ട് ടു ക്യാഷ്. ഡൗൺ പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് ക്യാഷ് പുറത്തോട്ടേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ആർക്കാണ് കൊടുക്കുന്നത്, ഭരത് ട്രേഡേഴ്സിനാണ്. അതുകൊണ്ട് സെക്കൻഡ് ജേർണൽ എൻട്രി, ഇത് 1/1 ആണ് ആദ്യത്തെ ജേർണൽ എൻട്രി. നമുക്ക് ക്വസ്റ്റ്യനിൽ ജാനുവരി എന്നുള്ള ഡേറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഫസ്റ്റത്തെ 2 ജേർണൽ എൻട്രീസ് ആണ് ഇത്. ഫസ്റ്റ് അസറ്റ് വരുന്ന സമയത്തുള്ളതും അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ എൻട്രിയും, രണ്ടാമത് അസറ്റ് പർച്ചേസ് ചെയ്തതിന് ക്യാഷ് കൊടുക്കുന്ന എൻട്രിയാണിത്. 1 lakh ഡൗൺ പേയ്മെന്റ് കൊടുക്കുന്നു, മൊത്തം കൊടുക്കുന്നില്ലാത്തതുകൊണ്ട് 1 lakh എമൗണ്ട് എഴുതുന്നു. പിന്നീട് അടുത്തത് എന്താണ്, ഇത് കഴിഞ്ഞതിന് ശേഷം അടുത്ത ട്രാൻസാക്ഷൻ ഉണ്ടാകുന്ന ആ വർഷത്തിന്റെ അവസാനം അവർ ഇൻട്രസ്റ്റ് കൊടുക്കും അല്ലേ. ആ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യണം, ആ ഇൻട്രസ്റ്റ് അതാണ്. അപ്പോൾ തേർഡ് എൻട്രി വിൽ ബി ഫോർ ഇൻട്രസ്റ്റ് പേയ്മെന്റ് അല്ലേ. ഫോർ ഇൻട്രസ്റ്റ് ഡ്യൂ അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ. ഡ്യൂ ആവുന്നതാണ്, പേയ്മെന്റ് അല്ല. ഫോർ ഇൻട്രസ്റ്റ് ഡ്യൂ ആവുമ്പോൾ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റർ ടു
ഹയർ വെൻഡർ, അതായത് ഭരത് ട്രേഡേഴ്സിനാണല്ലോ നമ്മൾ കൊടുക്കാനുള്ള ഇൻട്രസ്റ്റ് എന്ത് ചെയ്യണം, ഡ്യൂ ആയി എന്ന് പറഞ്ഞിട്ട് കാണിക്കണം. നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേഷനിൽ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് 49,750 എന്നുള്ളതാണ് ഇൻട്രസ്റ്റ് പോർഷൻ. അപ്പോൾ ആ ഇൻട്രസ്റ്റ് പോർഷൻ അങ്ങനെ എഴുതുന്നു, ഇൻട്രസ്റ്റ് ഡ്യൂ എഴുതുന്നു. അടുത്ത എൻട്രി എന്താണ് വരിക, അതേ സമയത്ത് തന്നെ ഈ ഇൻട്രസ്റ്റ് ഡ്യൂ ആയ എൻട്രി നമ്മൾ പേ ചെയ്യണമല്ലോ. ഡ്യൂ ആയിട്ട് അവിടെ വെച്ചാൽ പോരാ, അത് പേ ചെയ്യണം. പേ ചെയ്യുന്നതിൻ്റെ എൻട്രി എന്ന് ഫോർ പേയ്മെൻറ്റ് ഓഫ് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ഹയർ വെൻഡർ അക്കൗണ്ട് ടു ക്യാഷ്. ഹയർ വെൻഡർ എന്ന് പറയുന്നത് ഭരത് ട്രേഡേഴ്സ് അക്കൗണ്ട് എത്തുക ടു ക്യാഷ്. അതെങ്ങനെ 2 ലക്ഷം വന്ന് 49,750 രൂപയായിരുന്നു നിങ്ങളുടെ ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ് തന്നിരുന്നത്. പക്ഷെ നമ്മൾ എത്രയാണ് കൊടുക്കുന്നത്, ഇൻസ്റ്റാൾമെൻറ്റ് 2 ലക്ഷം രൂപ നമ്മൾ കൊടുക്കുന്നുണ്ട് അല്ലേ. അതിൽ 49,750 രൂപ ഇൻട്രസ്റ്റും ബാക്കിയുള്ള ഫിഗർ എന്താണ്, ക്യാഷ് പ്രൈസുമാണ്. സോ ഈ മെത്തേഡ് പ്രകാരം, ക്രെഡിറ്റ് പർച്ചേസ് മെത്തേഡ് പ്രകാരം ഇൻസ്റ്റാൾമെൻറ്റ് ഡയറക്റ്റ് എഴുതുന്നു, അതിൻ്റെ കൂടെ ഇൻട്രസ്റ്റും എഴുതുന്നു. ക്യാഷ് പ്രൈസ് എന്നുള്ള ഫിഗർ ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് തന്നിട്ടില്ല. അതാണ് ഈ മെത്തേഡിൻ്റെ പ്രത്യേകത. അതിനുശേഷം 2 lakh എന്നുള്ള ഫിഗർ എഴുതുന്നതിന് ശേഷം ഡിപ്രീസിയേഷൻ നിങ്ങളുടെ ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. ഡിപ്രീസിയേഷൻ എത്രയാണ് പറഞ്ഞിട്ടുള്ളത് നോക്കാം. ഡിപ്രീഷിയേറ്റ് പ്രിന്റിംഗ് മെഷീനറി അറ്റ് ദ റേറ്റ് ഓഫ് 20% per annum ഓൺ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്താണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ എമൗണ്ടിൻ്റെ മുകളിൽ, അതായത് മെഷീനറിൻ്റെ എമൗണ്ട് എത്രയാണോ ആ വാല്യൂവിൻ്റെ മുകളിൽ ഇത്ര പെർസെൻറ്റേജ് ആണോ ആ പെർസെൻറ്റേജ് എല്ലാ വർഷവും ഈക്വലി കൊടുക്കുന്നതിനെയാണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറയുന്നത്. സോ 5,97,000 ആണ് നമ്മുടെ ക്യാഷ് പ്രൈസ്. ഈ ക്യാഷ് പ്രൈസിൻ്റെ മുകളിൽ 20% കാണുന്നു. ആ ഫിഗറാണ് ഡിപ്രീസിയേഷനായിട്ട് എല്ലാ വർഷവും, അതായത് ഈ 3 വർഷവും കൊടുക്കുന്നത് ഈ സെയിം ഫിഗർ തന്നെയാണ്. അപ്പോൾ ഡിപ്രീസിയേഷൻ്റെ എൻട്രി നോക്കുക. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ടു പ്രിന്റിംഗ് മെഷീനറി. ഇതാ ഇവിടെ നമ്മൾ ഡിപ്രീസിയേഷൻ എൻട്രി എഴുതുന്നുണ്ട്. 5ാമത്തെ എൻട്രി എന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ടു എസെറ്റ് അക്കൗണ്ട് ആണ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഡിപ്രീസിയേഷൻ എപ്പോഴും ചാർജ് ചെയ്യുന്നത് കൺസേൺഡ് എസെറ്റ് അക്കൗണ്ടിലേക്കായിരിക്കും. അതുകൊണ്ട് കൺഫ്യൂഷൻ്റെ കാര്യത്തിൽ ഭരത് ട്രേഡേഴ്സ് എന്നോ വേറെ ഏതെങ്കിലും അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തു പോകരുത്. ഡിപ്രീസിയേഷൻ എപ്പോഴും പ്രിന്റിംഗ് മെഷീൻ അല്ലെങ്കിൽ എന്താണ് എസെറ്റ്, ആ എസെറ്റിലേക്ക് വേണം ഡെബിറ്റ് ചെയ്യാൻ. 1,19,500 എന്നുള്ള ഫിഗർ, അതായത് 5,97,500 എന്നുള്ള ഫിഗറിൻ്റെ 20% കാണുന്നു. അതാണ് 1,19,500. അതിനുശേഷം നമ്മൾ ഇത്രയും ഫിഗറിന് ശേഷം ലാസ്റ്റ് ഒരു എൻട്രിയും കൂടിയുണ്ട്. ഈ ഇൻട്രസ്റ്റിൻ്റെ 49,750യും ഡിപ്രീസിയേഷൻ്റെ 1,19,500 എന്ത് ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ചാർജ് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യണം, ട്രാൻസ്ഫർ ചെയ്യണം. അതാണ് ലാസ്റ്റത്തെ എൻട്രി. ഫോർ ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ഡിപ്രീസിയേഷൻ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട് ടു ഡിപ്രീസിയേഷൻ അക്കൗണ്ട്. സെയിം എൻട്രി ഇവിടെ എഴുതണം. ഇങ്ങനെ 6 എൻട്രീസ് ആണ് നോർമലി ഫസ്റ്റ് ഇയറിൽ വരുന്നത് ഈ അക്കൗണ്ട് പ്രകാരം. അതിനുശേഷം നമ്മളോട് തന്നിട്ടുള്ളത് 3 വർഷത്തേക്കുള്ള ജേർണൽ എൻട്രീസ് പ്രിപ്പയർ ചെയ്യാനാണ്. അതുകൊണ്ട് തന്നെ അടുത്ത വർഷം ഇത് 15 ആണല്ലോ, 31, 12, 15 ആദ്യത്തെ 2 എൻട്രീസ് എന്നുള്ളത് ജാനുവരിയിലേക്കായിരിക്കും. അസറ്റ് വാങ്ങിക്കുമ്പോഴതും ഡൗൺ പേയ്മെൻറ്റതും. അതിനുശേഷം ഇൻട്രസ്റ്റ് ക്യാഷിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യുന്നു, ഡിപ്രീസിയേഷൻ നടക്കുന്നു. ആ ഡിപ്രീസിയേഷനും ഇൻട്രസ്റ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റുന്നു. അങ്ങനെ 6 എൻട്രീസ് ആണ് ഫസ്റ്റ് ഇയറിലേക്ക് വരുന്നത്. അതിനുശേഷം സെക്കൻഡ് ഇയറിലേക്ക് ഏതാണ് എൻട്രി വരുന്നത് നമുക്ക് നോക്കാം. സെയിം എൻട്രി, അതായത് 3rd, 4th, 5th, 6th ഈ 1, 2, 3, 4 എൻട്രീസ് മാത്രം അടുത്ത എല്ലാ ഇയേഴ്സിലേക്കും വരും. 3ഉം 4ഉം ഇതാ നോക്കിയേ, എൻട്രീസ് 3, 4, 5 and 6 will be repeated in subsequent years. ഈ 4 എൻട്രീസ് ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്നതും പേയ്മെൻറ്റ് ഓഫ് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്, ഏതെല്ലാം ഇൻസ്റ്റാൾമെൻ്റ് ആണ്, ഇൻസ്റ്റാൾമെൻറ്റ് നമ്പേഴ്സ്, ഡിപ്രീസിയേഷൻ, പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഇങ്ങനെ 4 എൻട്രീസ് എപ്പോഴും എല്ലാ വർഷവും റിപ്പീറ്റ് ചെയ്യും, സബ്സിക്വൻ്റ്ലി റിപ്പീറ്റ് ചെയ്യും. അടുത്ത വർഷത്തെ ഇപ്പോൾ നോക്കാം. 31/12/2016 ആണ് എഴുതുന്നത്. 15 കഴിഞ്ഞ് 16ലേക്ക് അവസാനത്തത് മാത്രം. ഇതിവിടെ ഓപ്പണിംഗ് ഉണ്ടാവില്ല, നേരത്തെ പോലെ 1st January ഉണ്ടാവില്ല. നമ്മൾ പേ ചെയ്യുന്ന വർഷത്തിൻ്റെ അവസാനത്തെ എൻട്രി മാത്രമേ ഉണ്ടാവുള്ളൂ. ഫസ്റ്റ് എൻട്രി ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റഡ് ടു ഹയർ വെൻഡർ ആണ്. ഇൻട്രസ്റ്റ് അക്കൗണ്ട് ടു ഭരത് ട്രേഡേഴ്സ് 34,725. ഈ ഫിഗർ എങ്ങനെ കിട്ടിയെന്ന് അറിയാലോ. ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് പോർഷനിൽ സൊല്യൂഷൻ്റെ അകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ വർഷവും ഇതാണ് ഫസ്റ്റ് വർഷത്തെ ഇൻട്രസ്റ്റ്, സെക്കൻഡ് വർഷത്തെ ഇൻട്രസ്റ്റ് ഇതാണ്, തേർഡ് വർഷത്തെ ഇൻട്രസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ 34,725 എന്നുള്ള ഫിഗർ ഈ പോർഷനിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. അപ്പോൾ ഈ സെക്കൻഡിൽ 34,725 ആണ് ഫിഗർ ഉള്ളത്. അടുത്ത ജേർണൽ എൻട്രി എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് നമ്മൾ ചാർജ് ചെയ്ത് കഴിഞ്ഞു. പിന്നീട് എന്താ, ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യണം അല്ലേ. എത്രയാണോ ഇൻസ്റ്റാൾമെൻറ്റ് ആ ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യണം. ഇവിടെ സെക്കൻഡ് ഇൻസ്റ്റാൾമെൻ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. സോ ഭരത് ട്രേഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യുമ്പോൾ എന്തായിരിക്കും എൻട്രി, വെൻഡർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ആയിരിക്കും.
അപ്പോൾ സെല്ലറിൻ്റെ പേര് എഴുതുക, ഭരത് ട്രേഡേഴ്സ് അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ്, 2 ലക്ഷം രൂപ ഫുള്ളായിട്ട് തന്നെ കൊടുക്കണം. നേരത്തെ പോലെ തന്നെ ഇൻട്രസ്റ്റ് നമ്മൾ ചാർജ് ചെയ്ത് കഴിഞ്ഞു, അതിനുശേഷം ടോട്ടൽ ഇൻസ്റ്റാൾമെൻറ്റ് 2 ലക്ഷം അത് കൊടുക്കുക. അടുത്ത എൻട്രി എന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ ആണ്. 4 എൻട്രീസിൽ മൂന്നാമത്തെ എൻട്രി ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ലെറ്റർ ടു എസെറ്റ് ആണ്. സോ അതിങ്ങനെ തന്നെ ഞാൻ പറഞ്ഞു SLM മെത്തേഡ്, അതായത് സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് പ്രകാരമാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ എല്ലാ വർഷവും സെയിം ഡിപ്രീസിയേഷൻ തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവുക, 20%. അതങ്ങനെ തന്നെ എഴുതുന്നു. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ടു പ്രിന്റിംഗ് മെഷീൻ. ശ്രദ്ധിക്കുക, എസെറ്റ് അക്കൗണ്ടിൽ മാത്രമേ ഡിപ്രീസിയേഷൻ ഡെബിറ്റ് ചെയ്യുകയുള്ളൂ. അടുത്ത എൻട്രി എന്ന് പറയുന്നത് 4ാമത്തെ എൻട്രി, സെക്കൻഡ് ഇയറിലെ 4ാമത്തെ എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ഈ ഇൻട്രസ്റ്റും ഈ ഡിപ്രീസിയേഷൻ ഫിഗറും ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളത്. 34,725 എന്നുള്ള ഇൻട്രസ്റ്റ് ഫിഗറും ഡിപ്രീസിയേഷൻ്റെ ഫിഗറും എന്ത് ചെയ്യണം, ട്രാൻസ്ഫർ ചെയ്യണം. ഇത് കഴിഞ്ഞാൽ 1,54,000 ഇത് ആഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോർഷനിൽ കിട്ടും 1,54,225 എന്നുള്ള ഫിഗർ. അതിനുശേഷം ഇത്രയും 4 എൻട്രീസ് കഴിഞ്ഞതിന് ശേഷം 3ാമത്തെ വർഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ശരിക്കും 3 വർഷത്തെ എൻട്രീസ് എഴുതണം എന്നതൊഴിച്ചാൽ വലിയ ഡിഫിക്കൽട്ടീസ് ഒന്നും ഈ പ്രോബ്ലത്തിന് ഇല്ല. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷനാണ് ഹയർ പർച്ചേസിൻ്റെ ജേർണൽ എൻട്രീസ്. അപ്പോൾ ശ്രദ്ധിക്കുക, 3rd ഇയറിലേക്ക് നോക്കുകയാണെങ്കിൽ 31/12/2017 ഫസ്റ്റ് ജേർണൽ എൻട്രി നമ്മൾ പറഞ്ഞ പോലെ ഇൻട്രസ്റ്റ് അക്കൗണ്ട് ടു ഹയർ വെൻഡർ ആണ്. ഇൻട്രസ്റ്റ് അക്കൗണ്ട് ടു ഭരത് ട്രേഡേഴ്സ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുള്ള 18,025 ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ എഴുതുന്നു ഇവിടെ. അതിനുശേഷം ഇൻട്രസ്റ്റ് ബീയിങ് ദ ഇൻട്രസ്റ്റ് ഡ്യൂ, എല്ലാ എൻട്രീസിലും ശ്രദ്ധിക്കുക നെറേഷൻ എഴുതാൻ. ബീയിങ് ദി ഇൻട്രസ്റ്റ് ഡ്യൂ, ആ ഇൻട്രസ്റ്റ് ഡ്യൂ ആയിട്ടുള്ള 3rd ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾ പേ ചെയ്യണം, അല്ലെ? വെറുതെ ഇൻട്രസ്റ്റ് ഡ്യൂ ആക്കി വെച്ചുകൊണ്ട് കാര്യമില്ല. സോ ഡ്യൂ ആക്കിയ സംഭവം എന്ത് ചെയ്യണം, പേ ചെയ്യാൻ വേണ്ടിയിട്ട് ഭരത് ട്രേഡേഴ്സ് അക്കൗണ്ട് ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ടോട്ടൽ 2 lakh, ഡ്യൂ ആയത് 18,025 ആണ്. 2 ലക്ഷമാണ് നമ്മൾ കൊടുക്കുന്നത്. ബാക്കിയുള്ളത് ക്യാഷ് പ്രൈസിൽ പോകുന്ന പൈസയാണ്, അല്ലേ? ഈ ക്യാഷ് പ്രൈസിൽ പൈസയാണത്. 2 ലക്ഷത്തിൽ നിന്ന് ഇത് ബാക്കി ക്യാഷ് പ്രൈസാണ്. അപ്പോൾ 2 ലക്ഷം എന്ത് ചെയ്തു, ഭരത് ട്രേഡേഴ്സ് അക്കൗണ്ട് ടു ക്യാഷ്. അതിനുശേഷം ഡിപ്രീസിയേഷൻ ആണ് ചാർജ് ചെയ്യേണ്ടത്. ഡിപ്രീസിയേഷൻ 1,19,500 സെയിം നേരത്തെ പോലെ തന്നെ. അടുത്തതിന് ശേഷം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യണം, ഈ ഇൻട്രസ്റ്റും ഡിപ്രീസിയേഷനും ട്രാൻസ്ഫർ ചെയ്യണം. 18,025 ഈ 1,19,500 എന്നുള്ള ഫിഗറും ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ഈ എല്ലാ 3ാമത്തെ വർഷത്തോടുകൂടി എല്ലാ എൻട്രീസും കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അങ്ങനെ ഇത്രയും എൻട്രീസാണ്. ആദ്യത്തെ വർഷം 6 എൻട്രീസും പിന്നീടുള്ള വർഷങ്ങളിൽ എത്ര ഇൻസ്റ്റാൾമെൻറ്റ്സ് ഉണ്ടോ അത്രയും വർഷങ്ങളിൽ 4 വീതം എൻട്രീസ് ആയിരിക്കും ഉണ്ടാവുക. ഇത്രയും എൻട്രീസ് ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, എസെൻസ് മനസ്സിലാക്കിയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈസിലി നിങ്ങൾക്ക് ഈ പ്രോബ്ലം ചെയ്യാവുന്നതാണ്. നമ്മളങ്ങനെ ക്രെഡിറ്റ് പർച്ചേസ് അക്കൗണ്ട് വഴി എങ്ങനെയാണ് പർച്ചേസറുടെ ബുക്സിൽ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞു. അതായത് നമ്മുടെ ബയറുടെ ബുക്കിൽ എന്തൊക്കെ എങ്ങനെയാണ് ജേർണൽ എൻട്രീസ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കി. അടുത്തതായിട്ട് എസെറ്റ് അക്രൂവൽ മെത്തേഡാണ്. എസെറ്റ് അക്രൂവൽ മെത്തേഡിൽ നമ്മളൊരു ഇല്ലസ്ട്രേഷൻ ത്രൂ ചെയ്യാം. The following particulars are available in respect of a HP system: purchaser Babu, vendor Continental Agencies, asset purchased machinery, cash purchased 12,580, installment at the first year end rupees 4,000, at second year end rupees 3,000, at third year end rupees 7,000. Rate of interest 5% per annum. Rate of depreciation 10% in diminishing balance. And വേറൊരു പേരാണ് WDV method, written down value method. Date of agreement 1/4/2014. Give journal entries in the books of purchaser under asset accrual method. Assume accounts are closed at 31st December every year. നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യനിൽ അസെറ്റ് അക്രൂവൽ മെത്തേഡ് ത്രൂ എങ്ങനെയാണ് ജേർണലൈസ് ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഇതിലും നേരത്തെ പോലെ തന്നെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം, അല്ലേ? ഫസ്റ്റ് ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ഇൻസ്റ്റാൾമെൻറ്റ് തന്നിട്ടുണ്ട്, ഓരോ ഇൻസ്റ്റാൾമെൻറ്റിലും സെപ്പറേറ്റ് ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റിൻ്റെ പോർഷൻ എത്രയാണ് എന്നുള്ളത് കണ്ടുപിടിക്കണം. നേരത്തെ പോലെ തന്നെ നമ്മൾ കണ്ടുപിടിക്കുക. ഫസ്റ്റ് ക്യാഷ് പ്രൈസിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, 12,580. അതിൽ നിന്ന് ഡൗൺ പേയ്മെൻറ്റ് മൈനസ് ചെയ്യണമെന്ന് പഠിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഡൗൺ പേയ്മെൻറ്റ് തന്നിട്ടില്ല, അത് മൈനസ് ചെയ്യാനില്ല. അതുകൊണ്ട് അതങ്ങനെ തന്നെ എഴുതുന്നു. ഇവിടെയും നില്ല്.
അതിനുശേഷം ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് എത്രയാണ് തന്നിട്ടുള്ളത്, അത് ഇവിടെ ഈ ഫിഗർ നമ്മൾ പിന്നീട് കണ്ടുപിടിക്കുന്നതാണെന്ന് പറഞ്ഞു. ഇൻസ്റ്റാൾമെൻറ്റ് ഫസ്റ്റ് 4000 എന്നുള്ള ഫിഗർ തന്നിട്ടുണ്ട്. അപ്പോൾ 12,580 ഇൻറ്റു ഇൻട്രസ്റ്റിൻ്റെ പെർസെൻറ്റേജ് 5% എത്രയാണ് 629. ആ 629 ഇവിടെ എഴുതിയതിന് ശേഷം ഇതിൽ നിന്നും ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 3,371 എന്നുള്ള ക്യാഷ് പ്രൈസ് കിട്ടും. ഈ ക്യാഷ് പ്രൈസ് ഇവിടെ എടുത്തെഴുതുന്നു 3,371 എന്നുള്ളത്. അതിൽ നിന്ന് 12,580യിൽ നിന്നും 3,371 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 9,209 എന്നുള്ള ഈ ഫിഗർ കിട്ടും. അതിനുശേഷം അതിൽ നിന്നും എന്ത് ചെയ്യണം, ഈ ഫിഗർ ഇവിടെ ബ്ലാങ്ക് ആണ്, ഇവിടെ 3,000 എടുത്തെഴുതുന്നു. നമ്മുടെ സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് 3,000 എടുത്തെഴുതുന്നു. ഈ 9,209ൻ്റെ 5% കാണുന്നു 460. ഈ 460 എന്നുള്ളത് 3000ൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 2,540 എന്നുള്ള ഈ ഫിഗർ കിട്ടും. ഈ 2,540 എന്നുള്ള ക്യാഷ് പ്രൈസ് ഇവിടെ അങ്ങനെ തന്നെ എടുത്തെഴുതുന്നു. അതിനുശേഷം ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 6,669 എന്നുള്ള ഫിഗർ കിട്ടും. തേർഡ് ഇൻസ്റ്റാൾമെൻറ്റ് എന്ത് ചെയ്യണം, ഞാൻ പറഞ്ഞു തേർഡ് ഇൻസ്റ്റാൾമെൻറ്റ് എന്നുള്ളത് ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ആണ്, അതുകൊണ്ട് തന്നെ ബാലൻസ് ഒന്നും ഉണ്ടാവില്ല. എത്രയാണോ ഈ ഫിഗർ അങ്ങനെ തന്നെ ഇവിടെ എടുത്തെഴുതുന്നു. എന്നിട്ട് ഇവിടെ നിൽ ബാലൻസ് എഴുതുന്നു. മൂന്നാമത്തെ ഇയറിലെ ഇൻസ്റ്റാൾമെൻറ്റ് എന്നുള്ളത് 7,000 ഇവിടെ എടുത്തെഴുതുന്നു. അപ്പോൾ ഇതിൽ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണോ അത് എത്രയാണെന്ന് വെച്ചാൽ 331 എന്നുള്ള ഫിഗറും ഇവിടെ എഴുതുന്നു. അതിനുശേഷം ഇത് തമ്മിൽ മൈനസ് ചെയ്തിട്ടാകുമ്പോൾ 6,669 എന്നുള്ള ഫിഗർ ഇവിടെ എഴുതുന്നു. അതിനുശേഷം ടോട്ടൽ ഇൻസ്റ്റാൾമെൻറ്റ് ചെയ്യുന്നു 14,000, ഇൻട്രസ്റ്റ് 1,420, 12,580. ഇത് 12,580 ക്യാഷ് പ്രൈസ് പ്ലസ് ഇൻട്രസ്റ്റ് ഇസ് ഈക്വൽ ടു ഇൻസ്റ്റാൾമെൻറ്റ് 14,000. ഇനി ജേർണലൈസിങ് എങ്ങനെയാണ് ഡിഫറൻസ് വരുത്തുന്നത് നോക്കാം. ഈ ജേർണലൈസിലും ഞാൻ സെക്കൻഡ് മെത്തേഡ്, അതായത് പാർട്ട് 2 എന്നുള്ളത് നമ്മുടെ ക്ലാസ്സിൻ്റെ പാർട്ട് 2ൽ മെത്തേഡ് നമ്പർ 2ൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ജേർണൽ എൻട്രീസ് തന്നെയാണ് എസെറ്റ് എക്രൂവൽ മെത്തേഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ആ പാർട്ട് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. പക്ഷേ ഞാൻ ഒന്നുകൂടെ മെൻഷൻ ചെയ്യാം ഇവിടെ. ഫസ്റ്റ് എൻട്രി, when an asset is purchased, ഇവിടെ under this method goods purchased under HP system will not become the property of the buyer until all installments are paid. നോർമലി HP സിസ്റ്റത്തിൽ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അസറ്റ് ഫസ്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബുക്സ്, അത് പർച്ചേസറിൻ്റെ ബുക്സിൽ നോ എൻട്രി ആയിരിക്കും. അതായത് നമ്മുടെ കയ്യിൽ നമ്മുടെ പ്രോപ്പർട്ടി അല്ല എന്നുള്ള കൺസിഡറേഷനിൽ, എന്നുള്ള തോട്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ അസറ്റ് നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ, വാങ്ങിക്കുന്ന ആളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ആദ്യം തന്നെ മെൻഷൻ ചെയ്യുന്നില്ല ഫസ്റ്റ് എൻട്രി. പിന്നീട് എപ്പോഴാണോ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടാക്കുന്നത്, ഡൗൺ പേയ്മെൻറ്റ് എപ്പോഴാണോ കൊടുക്കുന്നത് ആ സമയത്തായിരിക്കും ഫസ്റ്റ് എൻട്രി വരുന്നത്. അസറ്റ് വാങ്ങിക്കുന്ന സമയത്ത് എൻട്രി ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. സെക്കൻഡ് എൻട്രി വരുന്നത് അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക്. അപ്പോൾ അസറ്റ് വരുന്നത് എപ്പോഴാണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ, ഡൗൺ പേയ്മെൻറ്റ് എപ്പോഴാണോ പേ ചെയ്യുന്ന സമയത്താണ് ആദ്യമായിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ അസറ്റ് വരുന്നത്. പിന്നീട് അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് ജേർണൽ എൻട്രി, ഡൗൺ പേയ്മെൻറ്റ് ജേർണൽ എൻട്രി എങ്ങനെയാണെന്ന് നോക്കാം. ഡൗൺ പേയ്മെൻറ്റ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിച്ച്, ഡൗൺ പേയ്മെൻറ്റ് എന്നുള്ള ഫിഗർ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് എൻട്രി നോ എൻട്രി ആണ്. സെക്കൻഡ് എൻട്രി എന്നുള്ളത് ഡൗൺ പേയ്മെൻറ്റ് പേ ചെയ്യുന്ന എമൗണ്ട് നിങ്ങൾക്ക് ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ വരില്ല. തേർഡ് എൻട്രി എന്താണ് വരുന്നത്, വെൻ ദ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ബിക്കംസ് ഡ്യൂ. ഈ എൻട്രി എപ്പോഴാണ് വരിക, ഇത് നമ്മൾ ആദ്യം വർഷത്തിൻ്റെ ആദ്യം നമ്മൾ പ്രോഡക്റ്റ് വാങ്ങിക്കുന്ന സമയത്തോ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കുന്ന സമയത്തോ അല്ല, വർഷത്തിൻ്റെ അവസാനം ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ഡ്യൂ ആവുന്ന, നേരത്തെ ക്വസ്റ്റ്യനിൽ തന്ന അതേപോലെ തന്നെ ഡ്യൂ ആവുന്ന സമയത്താണ് ഈ എൻട്രി വരുന്നത്. നോക്കാലോ, നിങ്ങളുടെ ഡേറ്റ് ഓഫ് എഗ്രിമെൻറ്റ് 1/4/2014 തന്നിട്ടുണ്ട്. വർഷത്തിൻ്റെ അവസാനം എല്ലാ വർഷവും 31 ഡിസംബർ ആണെന്ന് തന്നിട്ടുണ്ട്. എങ്കിലും നമ്മൾ ട്രാൻസാക്ഷൻസ് എഴുതേണ്ടത് എപ്പോഴും 1/4/2014 അതിൻ്റെ അവസാനം എപ്പോഴായിരിക്കും, മാർച്ച് ആയിരിക്കും അല്ലേ. നെക്സ്റ്റ് 31/3/2015 ആണ് നെക്സ്റ്റ് വർഷത്തിൻ്റെ അവസാനം, എൻഡ് ഓഫ് ദ ഇയർ വരുന്നത്. അപ്പോൾ നമ്മുടെ ട്രാൻസാക്ഷൻ ഇങ്ങനെയാണ് വരിക. സ്റ്റാർട്ട് ചെയ്യുന്നത് 31/3/2015 അപ്പോൾ ഈ ജേർണൽ എൻട്രി ഒന്ന് ശ്രദ്ധിച്ചേ. ആദ്യത്തെ ജേർണൽ എൻട്രി തന്നെ ഡൗൺ പേയ്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ട് ഫസ്റ്റ് ജേർണൽ എൻട്രി ആ വർഷത്തിന് അവസാനമാണ് വരിക. അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഹയർ വെൻഡർ എന്നുള്ളതാണ് ജേർണൽ എൻട്രി വരുന്നത്. നേരത്തെ അസറ്റ് പിക്ചറിൽ വരുന്നില്ല, ഫസ്റ്റ് എൻട്രി ഇതാണ് വരിക. ശ്രദ്ധിക്കുക, അസറ്റ് എന്താണ്, മെഷീനറിയാണ്. മെഷീനറി അക്കൗണ്ട് ഡെറ്റർ, ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റർ ടു കോണ്ടിനെൻ്റൽ ഏജൻസീസ്. നമ്മുടെ ട്രേഡറുടെ പേര് അല്ലെങ്കിൽ വെൻഡറുടെ പേര് കോണ്ടിനെൻ്റൽ ഏജൻസീസ് എന്നാണ്. അതുകൊണ്ട് തന്നെ അതങ്ങനെ എഴുതുന്നു. ഈ ഫിഗർ എങ്ങനെയാണ് കിട്ടുന്നത്, നമ്മൾ നേരത്തെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തു അല്ലേ. ആ ഇൻട്രസ്റ്റ് കാൽക്കുലേഷനിൽ 3,371 എന്നുള്ള ഫിഗറും നമ്മൾ ക്യാഷ് പ്രൈസിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ചേ,
ഈ 3371 ഇതാണ് നമ്മുടെ ടോട്ടൽ ഇൻസ്റ്റാൾമെൻറ്റ്. ഇതിൽ നിന്ന് ഇൻട്രസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്തു. ബാക്കിയുള്ള ബാലൻസ് 3371 എന്നുള്ള ക്യാഷ് പ്രൈസ് ആണ്. ഈ ക്യാഷ് പ്രൈസ് ആണ് ഈ മെത്തേഡിനെ, അസറ്റ് അക്രൂവൽ മെത്തേഡിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം ചെയ്ത അസറ്റ് ക്രെഡിറ്റ് പർച്ചേസ് മെത്തേഡിൽ നിന്നും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് ഈ മെത്തേഡാണ്. ഈ എൻട്രിയാണ്, ക്യാഷ് പ്രൈസ് മെത്തേഡാണ്. അപ്പോൾ മെഷീനറി അക്കൗണ്ട് ഡെറ്റർ 3371 ക്യാഷ് പ്രൈസ് എഴുതുന്നു, ഇൻട്രസ്റ്റ് എഴുതുന്നു, അതിനുശേഷം എത്രയാണോ ടോട്ടൽ ഇൻസ്റ്റാൾമെൻറ്റ് അത് എഴുതുന്നു. ഇത് ഡ്യൂ എൻട്രിയാണ്, ബീങ് ദി ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ഡ്യൂ. അതിനുശേഷം ഇത് സെക്കൻഡ് മെത്തേഡാണ്. സെക്കൻഡ് മെത്തേഡിലെ ഡിഫറൻസ് ഓരോന്നും നോട്ട് ചെയ്യണം. ഇതിൻ്റെ അകത്തുള്ള നെക്സ്റ്റ് എൻട്രിയാണ് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യുന്നു. അതെല്ലാം നോർമൽ നേരത്തെ ചെയ്തത് അതുപോലെ തന്നെ. ഈ ആദ്യത്തെ 3 എൻട്രീസിൽ മാത്രമേ അസറ്റ് അക്രൂവൽ മെത്തേഡും ക്രെഡിറ്റ് പർച്ചേസ് മെത്തേഡും തമ്മിൽ ഡിഫറൻസ് ഉള്ളൂ. അപ്പോൾ കൺഫ്യൂഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. ഫസ്റ്റത്തെ മെയിൻ ആയിട്ടുള്ള എൻട്രി, ഫസ്റ്റത്തെ എൻട്രി ഇല്ല. സെക്കൻഡ് എൻട്രി ഡൗൺ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഈ എൻട്രി സെയിം തന്നെയാണ്. ഈ തേർഡ് എൻട്രിയിലാണ് മേജർ ആയിട്ടുള്ള ഡിഫറൻസ് വരുന്നത്. ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ഡ്യൂ ആയത് അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഹയർ വെൻഡർ എന്നുള്ളതാണ്. ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യുന്നതാണ് ഹയർ വെൻഡർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക്. അപ്പോൾ കോണ്ടിനെൻ്റൽ ഏജൻസീസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്, അതെങ്ങനെ ടോട്ടൽ എമൗണ്ട് എഴുതണം. 4000 എന്നുള്ള ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ടോട്ടൽ എമൗണ്ട്. അടുത്ത എൻട്രി ഡിപ്രീസിയേഷൻ എൻട്രിയാണ്. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ടു അസറ്റ് മെഷീനറിയാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഒന്ന് ശ്രദ്ധിക്കണം. റിട്ടേൺ ഡൗൺ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ 10% ഇൻ റിട്ടേൺ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് അല്ലെങ്കിൽ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ സ്ട്രേറ്റ് ലൈൻ മെത്തേഡായിരുന്നു ഡിപ്രീസിയേഷൻ തന്നിരുന്നതെങ്കിൽ ഇവിടെ തന്നിരിക്കുന്നത് റിട്ടേൺ ഡൗൺ വാല്യൂ ആണ്. റിട്ടേൺ ഡൗൺ വാല്യൂ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഈ ക്യാഷ് പ്രൈസിന്റെ മുകളിൽ തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. നമ്മൾ എൻട്രി നോക്കാം. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് മെഷീനറി 1258 എന്നുള്ളതാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. അതെങ്ങനെയാണ്? നമ്മുടെ ക്യാഷ് പ്രൈസ് എത്രയായിരുന്നു തന്നെ? 12,518 മുകളിൽ 10% കാണുന്നു, 1258. ഇവിടെ എല്ലാ റിട്ടേൺ ഡൗൺ വാല്യൂവിൻ്റെ ഡിഫറൻസ് വരുന്നത്. അത് നെക്സ്റ്റ് എൻട്രിയിലാണ് നമുക്ക് വ്യത്യാസം മനസ്സിലാവുക. അപ്പോൾ ഇത് നോർമൽ എൻട്രി എങ്ങനെയാണോ അതുപോലെ തന്നെ ചെയ്യുന്നു. അടുത്ത എൻട്രി എന്നുള്ളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട് ടു ഡിപ്രീസിയേഷൻ അക്കൗണ്ട്. ശ്രദ്ധിച്ചേ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. നേരത്തെ പോലെ തന്നെ സെയിം. ഇൻട്രസ്റ്റ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുള്ള 629 ഈ ഡിപ്രീസിയേഷനും ട്രാൻസ്ഫർ ചെയ്യുന്നു. അടുത്ത ജേണൽ എൻട്രി എന്ന് പറയുന്നത് അടുത്ത വർഷത്തെ എൻട്രീസ് ആയിരിക്കും. സെക്കൻഡ് ഇയറിലെ എൻട്രി എന്ന് പറയുന്നത് ആദ്യത്തെ എൻട്രി ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ഡ്യൂ ആയ പോലെ സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് ഡ്യൂ ആവുന്നതാണ്. മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റർ ടു കോണ്ടിനെൻ്റൽ ഏജൻസീസ് ബീയിങ് ദി സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് ഡ്യൂ. ഈ മെഷീനറി എന്നുള്ള ഫിഗർ നമ്മൾ നേരത്തെ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ്റെ പാർട്ടിൽ കണ്ടതാണ്. ശ്രദ്ധിക്കുക, ഇങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. 2540 സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ CP ക്യാഷ് പ്രൈസ് കണ്ടുപിടിച്ചു. അതിൽ 460 രൂപ ഇൻട്രസ്റ്റും ചേർത്ത് 3000 രൂപയാണ് ഇൻസ്റ്റാൾമെൻറ്റ് പോകുന്നത്. അപ്പോൾ ട്രാൻസാക്ഷൻ ശ്രദ്ധിക്കുക. മെഷീനറി അക്കൗണ്ട് 2540 ക്യാഷ് പ്രൈസ് ഡെബിറ്റ് ചെയ്യണം. ഇൻട്രസ്റ്റ് 460 ഡെബിറ്റ് ചെയ്യണം. ടു കോണ്ടിനെൻ്റൽ ഏജൻസീസ് എന്ന് പറഞ്ഞിട്ട് 3000 റുപ്പീസ് എന്ത് ചെയ്യണം? അവിടെ എൻട്രി ചെയ്യണം. അങ്ങനെ കോണ്ടിനെൻ്റൽ ഏജൻസീസ് വന്നു. അങ്ങനെ അടുത്ത എൻട്രി സെക്കൻഡ് ഇയറിലെ ഫസ്റ്റ് എൻട്രിയാണ് നമ്മളിവിടെ നോട്ട് ഡൗൺ ചെയ്തത്. അതിനുശേഷം ഈ എൻട്രി സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് ഡ്യൂ ആക്കിയാൽ മാത്രം പോരാ, പേ ചെയ്യണം. പേ ചെയ്യുന്ന എൻട്രിയാണ് ഇത്. സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്തതിന് ശേഷം നമുക്കറിയാം ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്തു. ഡിപ്രീസിയേഷനാണ് അടുത്ത എൻട്രി വേണ്ടത് അല്ലേ? 4 എൻട്രീസ് ഇവിടെയും. നാലാമത്തെ എൻട്രി എന്ന് പറഞ്ഞാൽ ഡിപ്രീസിയേഷൻ. മൂന്നാമത്തെ എൻട്രി ഡിപ്രീസിയേഷൻ ടു മെഷീനറി. ഇവിടുത്തെ ഫിഗർ കണ്ടുപിടിക്കുന്നതിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡിഫറൻസ് അല്ലേ? റിട്ടേൺ ഡൗൺ വാല്യൂ അല്ലെങ്കിൽ ഡിമിനിഷിംഗ് മെത്തേഡിൻ്റെ മേജർ ഡിഫറൻസ് ഇവിടെയാണ്. നമുക്കറിയാം ക്യാഷ് പ്രൈസ് തന്നു 12,580. 12,580ൻ്റെ 10% ആണ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ അലോട്ട് ചെയ്തിരുന്നത് ഡിപ്രീസിയേഷനിൽ. അപ്പോൾ 1258 രൂപ. അപ്പോൾ റിട്ടേൺ ഡൗൺ വാല്യൂ അല്ലെങ്കിൽ ഡിമിനിഷിംഗ് മെത്തേഡ് പ്രകാരം ആദ്യമുള്ള ക്യാഷ് പ്രൈസിൽ നിന്നും ഈ 10% ആയിട്ടുള്ള 1258 രൂപ ഫസ്റ്റ് ഇയറിൽ ചാർജ് ചെയ്ത ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്താൽ 11,322 എന്നുള്ള ഫിഗർ കിട്ടും. ഈ ഫിഗറുടെ മുകളിൽ 10% കണ്ടിട്ടാണ് 1,132 എന്നുള്ള ഫിഗർ കിട്ടുന്നത്. ഇങ്ങനെയാണ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് പ്രകാരം ഡിപ്രീസിയേഷൻ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ അടുത്ത നോർമൽ എൻട്രി ഇതിലേക്ക് പോകുന്നു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റും ഡിപ്രീസിയേഷനും. ഈ കണ്ടുപിടിച്ച ഡിപ്രീസിയേഷനും നേരത്തെ കണ്ടുപിടിച്ച ഇൻട്രസ്റ്റും ചാർജ് ചെയ്യുന്നു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു.
ഇതോടുകൂടി 4 എൻട്രീസ് കഴിഞ്ഞാൽ സെക്കൻഡ് ഇയറിലെ 4 എൻട്രീസ് കംപ്ലീറ്റ് ആയി. തേർഡ് ഇയറിലേക്ക് കിടക്കുകയാണ്. സെയിം എൻട്രീസ് റിപ്പീറ്റ് ചെയ്യുന്നു. മെഷീനറി അക്കൗണ്ട് ഡെറ്റർ, ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റർ, കോണ്ടിനെന്റൽ ഏജൻസീസ്. ഈ ഫിഗേഴ്സ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു, ശ്രദ്ധിച്ചതാണ്. ഈ 6,669 എന്നുള്ളതും 331 ഇൻട്രസ്റ്റും ചേർത്തിട്ട് 331 ഇൻട്രസ്റ്റും ചേർത്താൽ ഇൻസ്റ്റാൾമെൻറ്റ് 7,000 രൂപ. ഈ 7,000 രൂപയാണ് നമ്മളിവിടെ മെഷീനറി അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. ഇൻസ്റ്റാൾമെൻറ്റ് ബീയിങ് ദ തേർഡ് ഇൻസ്റ്റാൾമെൻറ്റ് ഡ്യൂ. അതിനുശേഷം 31/3/17 വർഷം മാറിയതുണ്ട്. 15, 16, 17 മൂന്നാമത്തെ വർഷം കോണ്ടിനെന്റൽ ഏജൻസീസ് ടു ക്യാഷ് 7,000 രൂപ കൊടുക്കുന്നു. ഡിപ്രീസിയേഷൻ എഗെയിൻ ഡിപ്രീസിയേഷനിൽ ഒന്നുകൂടെ നോക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞു 11,322ൻ്റെ മുകളിൽ 10% കണ്ടു എന്നുള്ളത് അല്ലേ, സെക്കൻഡ് ഇയറിൽ. എഗെയിൻ തേർഡ് ഇയറിൽ എങ്ങനെയാണ്? ഈ 11,322ൻ്റെ അകത്ത് നിന്ന് എഗെയിൻ 1,132 നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തല്ലോ, അതും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 10,190 എന്നുള്ള ഫിഗർ കിട്ടും. ഈ ഫിഗറിൻ്റെ മുകളിൽ വേണം മൂന്നാമത്തെ വർഷം കാൽക്കുലേറ്റ് ചെയ്യാൻ. അതായത് ഓരോ വർഷവും ചാർജ് ചെയ്യുന്ന ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്തിട്ട് വേണം അടുത്ത വർഷത്തേക്കുള്ള ഫിഗർ കണ്ടുപിടിക്കാൻ. ആ 10,190ൻ്റെ മുകളിലാണ് 10% കണ്ടുപിടിച്ച് 1,019 രൂപ ഡിപ്രീസിയേഷൻ. ഈ കണ്ടുപിടിക്കുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യണം? ഡിപ്രീസിയേഷനും ഇൻട്രസ്റ്റും ചാർജ് ചെയ്യണം. ബീയിങ് ദി ഇൻട്രസ്റ്റ് ആൻഡ് ഡിപ്രീസിയേഷൻ ട്രാൻസ്ഫേർഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇത്രയും ആയതോടുകൂടി 3 വർഷത്തെ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ ഡീറ്റെയിൽസും ഇൻട്രസ്റ്റും നമ്മൾ പേ ചെയ്ത് കഴിഞ്ഞ എൻട്രീസ് കംപ്ലീറ്റ് ആയി.